ഗസൽ നിലാവിലേക്ക് വീണ്ടും സ്നേഹപൂർവമായ സ്വാഗതം. താമരപ്പൂവിതൾ നീൾമിഴി നീയൊരു താരുണ്യ സ്വപ്നത്തിൻ നിറപൗർണമി. സ്വപ്നം വിടർത്തുന്നോരെന്നോമൽ നിദ്രയിൽ നിൻ ദർശനം. സ്വപ്നം വിടർത്തുന്നോരെന്നോമൽ നിദ്രയിൽ നിൻ ദർശനം മഞ്ജുളമായിരുന്നു. കോളുണ്ട്. ഹലോ 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 നമസ്കാരം, ഗസൽ നിലാവിലേക്ക് സ്വാഗതം. നമസ്കാരമുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് സാറിന്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു, അപ്പോഴും വിളിച്ചിരുന്നു. പ്രഘോഷ് എന്നാണ് പേര്, അജിമാനെന്ന്. ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചിരുന്നു. നമസ്കാരം. ഉച്ചയ്ക്ക് വൈകുന്നേരത്തെ പ്രോഗ്രാം കാണണം, വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതെ 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 അതെ, പ്രഘോഷ് മാത്രമല്ല എല്ലാ സുഹൃത്തുക്കളും കാണണം കേട്ടോ ഈ പരിപാടി. മനോഹരമായിരിക്കുന്നു. അതെ, ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ തന്നെയാണ് ആ പ്രോഗ്രാം പോകുന്നത്. അതെ അതെ അതെ, വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിനകത്ത് വളരെ സന്തോഷം. സാധാരണ നമ്മൾ ആരും വിളിച്ചാലും വീണ്ടും വിളിക്കണം എന്നൊക്കെ പറയും. ഇന്നിപ്പോ ആദ്യം വിളിച്ച ഒരു കോളറും നേരത്തെ വിളിച്ച ആളായിരുന്നു. കൃത്യമായിട്ട് ഉച്ചയ്ക്ക് കേട്ടിട്ട് വീണ്ടും വിളിക്കാൻ തോന്നിയ മനസ്സിന് മുന്നിൽ ഒരു നല്ല നമസ്കാരം. ഈ പ്രോഗ്രാം ഇഷ്ടമാവുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാനിപ്പോ ഇന്ന് കണ്ടതേ ഉള്ളൂ, സാറിച്ച് പറഞ്ഞ അനുസരിച്ച് കണ്ടതേ ഉള്ളൂ. ഓക്കെ, വളരെ ഒരു നല്ല പ്രേക്ഷകന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് പ്രഘോഷിന്. കാരണം അങ്ങനെ പറഞ്ഞപ്പോൾ, സന്തോഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് കേട്ടിട്ട് വീണ്ടും വിളിക്കാൻ തോന്നിയ വലിയ മനസ്സിന് വീണ്ടും ഒരു നല്ല നമസ്കാരം. വീണ്ടും വിളിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. സ്വപ്നം വിടർത്തുന്നോരെന്നോമൽ നിദ്രയിൽ നിൻ ദർശനം മഞ്ജുളമായിരുന്നു. സ്വപ്നം വിടർത്തുന്നു സ്വപ്നം വിടർത്തുന്നോരെന്നോമൽ നിദ്രയിൽ നിൻ ദർശനം മഞ്ജുളമായിരുന്നു. സ്വപ്നം വിടർത്തുന്നോരെന്നോമൽ നിദ്രയിൽ നിൻ ദർശനം മഞ്ജുളമായിരുന്നു. സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടുപോകണമെങ്കിലും നിന്റെ മുഖം ഒന്ന് വന്നപ്പോൾ അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. സ്വപ്നങ്ങൾ തന്നെ വളരെ മനോഹരമാണ്. നമ്മളൊക്കെ നല്ല സ്വപ്നങ്ങളാണ് നമ്മുടെയൊക്കെ ഓരോ മുന്നോട്ടുള്ള യാത്രയ്ക്കും നിദാനം. നല്ല സ്വപ്നങ്ങൾ ഉള്ളവർക്ക് മാത്രമേ നല്ല നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ, നല്ല പ്രതീക്ഷകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സ്വപ്നങ്ങളെ നമ്മൾ എല്ലാവരും താലോലിക്കുന്നവരാണ്. ആ സ്വപ്നങ്ങളിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ മുഖം തെളിയുമ്പോഴാണ്. വളരെ കവിയുടെ നല്ല ഭാവനയാണ് അവിടെ ഉള്ളത്. സ്വപ്നം വിടർത്തുന്നോരെന്നോമൽ നിദ്രയിൽ നിൻ ദർശനം മഞ്ജുളമായിരുന്നു. അനുപമ ശാരികേ അനുപമ ശാരികേ അനുപമ ശാരികേ അനുപമ ശാരികേ നീ അനവദ്യ സുന്ദര അനുപമ ശാരികേ നീ അനവദ്യ സുന്ദര ചെമ്പകപ്പൂവായിരുന്നു.
ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം, ഞാൻ ഫുജറയെന്ന് ലക്ഷ്മിയാണ് വിളിക്കുന്നത്. ലക്ഷ്മി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ. ഫുജറയിൽ ആദ്യമായിട്ടാണ് ഒരു കോൾ വരുന്നത് കേട്ടോ, അതിന് സന്തോഷമുണ്ട്. എന്തൊക്കെയുണ്ട് ഫുജറയിലെ വിശേഷങ്ങൾ? നല്ല വിശേഷമാണ്. സാറിന്റെ പ്രോഗ്രാം ഒക്കെ ഇന്നലെയാണ് സാറിനെ ശരിക്കും കാണുന്നതും പാട്ട് കേൾക്കുന്നത്. അപ്പൊ ഇപ്പൊ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വളരെ നന്നാവുന്നുണ്ട്. മനസ്സിലൊക്കെ എന്താ പറയാ, വളരെ ഒരു കുളിർമ തോന്നുന്നുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ടീച്ചർ എന്താ ഈ ഗാനം ഒക്കെ പറഞ്ഞു തരില്ലേ നമുക്ക്, അപ്പൊ അതുപോലൊരു ഫീലാണ് സാറ്. ശരിക്കും നമുക്കൊരു ഗുരുവിനെ പോലെ അതൊക്കെ പണ്ട് ക്ലാസ്സിലൊക്കെ എന്ന് കുട്ടിയായിരുന്നു. ആ ലളിതഗാനങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുത്ത ഒരു ഓർമ്മയും അങ്ങനെ പഠിച്ചിട്ടുള്ള ആളാണ് ഞാനും കേട്ടോ. അപ്പൊ അത് നല്ല രസമായിട്ടുണ്ട്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. എവിടെയാ നാട്ടിലെവിടെയാ ലക്ഷ്മി? ഞാന് നാട്ടിലെ ട്രിവാൻഡ്രത്താണ്. ശരി ശരി. അപ്പൊ ഈ ഗസൽ നിലാവ് ഇനി മുടങ്ങാതെ കേൾക്കണം കേട്ടോ. ഈ മലയാളം സാധാരണ ലക്ഷ്മി ഗസലുകൾ കേൾക്കുന്ന ആളാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെയോ? ഇപ്പൊ ദിവസവും കാണും. എല്ലാ വ്യാഴവും വെള്ളിയും രാത്രി 9 തൊട്ട് 10 വരെ സുഹൃത്തുക്കളോടൊപ്പം കാണാൻ പറയണം കേട്ടോ. ശരിക്കും ഇതിന്റെ ലിറിക്സ് ഒക്കെ സാർ തന്നെയാണോ? ഈ ഗസലുകളിൽ പാടിക്കൊണ്ടിരുന്ന എല്ലാ പാട്ടുകളുടെയും ലിറിക്സ് മ്യൂസിക് ഞാനാണ്. ഈ ലിറിക്സ് ഒഴിച്ച്, ഈ ലിറിക്സ് ലാലു പിള്ള എന്ന് പറയുന്ന ഒരു പ്രവാസി എഴുതിയ ഒരു ഗാനമാണ്. എന്റെ സംഗീതം ഒന്നും അത്രയേ ഉള്ളൂ. എങ്ങനെ എന്റെ ലിറിക്സ് ഇഷ്ടമായോ? വളരെ ഇഷ്ടപ്പെട്ടു സാർ. അതാ പറഞ്ഞത്, ശരിക്കും നമുക്കൊക്കെ എന്താ പറയാ, ഇതിന് ആ ഒരു നല്ലൊരു റൊമാൻറ്റിക് ടച്ച് വരികൾക്കും സാറിന്റെ വോയിസിൽ അത് നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. അപ്പൊ ശരിക്കും വളരെ എന്താ പറയാ, ഈ ഗൾഫ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഈ സീരിയലും മറ്റ് പ്രോഗ്രാമും ഒന്നും കുറ്റം പറയുന്നല്ല, പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. പിന്നെ എനിക്ക് ശരിക്കും പാട്ട് കേൾക്കാൻ വളരെ താല്പര്യമുള്ള ആളാണ്. അതല്ലേ, ശരി. അങ്ങനെ ഒരുപാട് താല്പര്യമുള്ള ആളുകളാണ് ഈ പാട്ടുകാരൊക്കെ നിലനിർത്തുന്നത്. എല്ലാ കലാകാരും ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. എന്തായാലും ഇത് ശരിക്കും ഒത്തിരി എപ്പിസോഡ് നീണ്ടു പോകട്ടെ സാറ്. സാറിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഒത്തിരി എപ്പിസോഡ് നീണ്ടു പോകട്ടെ. ഓക്കെ, വളരെ സന്തോഷം ലക്ഷ്മി. നല്ല നിർദ്ദേശങ്ങൾക്കും നല്ല അഭിപ്രായങ്ങൾക്കും സ്നേഹമുള്ള ഈ വാക്കുകൾക്കും വിളിച്ചൊരു സന്തോഷം. വീണ്ടും വിളിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. ഗുഡ് നൈറ്റ്. താങ്ക് യു. അനുപമ ശാരികേ നീ അനവദ്യ സുന്ദര ചെമ്പകപ്പൂവായിരുന്നു. അനുപമ ശാരികേ നീ അനവദ്യ സുന്ദര ചെമ്പകപ്പൂവായിരുന്നു. മനസ്സിൽ മായിക ഗന്ധം പകർന്നു. അനുപമ ശാരികേ നീ അനവദ്യ സുന്ദര ചെമ്പകപ്പൂവായിരുന്നു. മനസ്സിൽ മായിക ഗന്ധം പകർന്നു. താമരപ്പൂവിതൾ നീൾമിഴി. ഓരോ പ്രേക്ഷകന്റെയും അഭിപ്രായം ഓരോ തരത്തിലാണ്. നിർദ്ദേശങ്ങളായും വിമർശനങ്ങളായും ഒക്കെ വന്നേക്കാം. പക്ഷെ അത് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഷയിലാവുമ്പോൾ നമുക്ക് ആ വാക്കുകൾ അത് സ്ഫുരിക്കും. അവർ കേൾക്കാൻ കൊതിച്ച ഈണങ്ങൾ നമ്മളൊക്കെ വർത്തമാനകാല സംഗീതത്തിനെ വിമർശിക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാറുണ്ട്. കാരണം ഓരോ പാട്ടും അത് പൂർണ്ണമാകുന്നത് അത് ജനിച്ചിട്ട് ആസ്വാദകൻ്റെ ഹൃദയങ്ങൾ പതിക്കുമ്പോഴാണ്. അവിടെ അവന് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പാട്ടിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക്, പാട്ടിന് നെഞ്ചേറ്റുന്ന പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾക്ക് ഈ ആർദ്രതയുടെ ഈ ഗസലുകൾ ഒരുപാട് ഇഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ മനസ്സിൽ നിറയുന്നത് സന്തോഷം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒത്തിരി അഭിമാനവുമുണ്ട്. സ്വപ്നം വിടർത്തുന്നോരെന്നോമൽ നിദ്രയിൽ നിൻ ദർശനം മഞ്ജുളമായിരുന്നു. സ്വപ്നം വിടർത്തുന്നോരെന്നോമൽ നിദ്രയിൽ നിൻ ദർശനം
മഞ്ജുളമായിരുന്നു അനുപമ ശാരികേ അനുപമ ശാരികേ അനുപമ ശാരികേ അനുപമ ശാരികേ നീ അനവദ്യ സുന്ദര അനുപമ ശാരികേ നീ അനവദ്യ സുന്ദര ചെമ്പകപ്പൂവായിരുന്നു അനുപമ ശാരികേ നീ അനവദ്യ സുന്ദര ചെമ്പകപ്പൂവായിരുന്നു. ഹലോ 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 നമസ്കാരം. ഗസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം. ഞാൻ ബർദുബയിൽ നിന്ന് ഭീമാപ്പള്ളി അലിയാണ് സംസാരിക്കുന്നത്. ബർദുബയിൽ നിന്ന് ഭീമാപ്പള്ളി അലി. അബി. ഓക്കെ അബി, അസ്സലാമു അലൈക്കും. നമ്മൾ ഗസ്റ്റിന്റെ സമയം കഴിയാറായിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയൊക്കെയുണ്ട് നോമ്പ് കാലം? നോമ്പുകാലം വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് നല്ല ഇമ്മ്യൂണിറ്റിയൊക്കെ നോമ്പിന് മുമ്പുണ്ടായിരുന്നു. നോമ്പ് വന്നതോടുകൂടി നല്ല കാറ്റോടുകൂടിയൊക്കെ നോമ്പ് നല്ല രീതിയിൽ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന പടച്ചവന്റെ കളി. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലല്ലോ, എല്ലാം പടച്ചവന്റെ കയ്യിലല്ലേ. തീർച്ചയായിട്ടും പടച്ചവന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതെ തീർച്ചയായിട്ടും എല്ലാവർക്കും സർവൈശ്വര്യം നേരുന്ന നോമ്പ്. ഈ ഗസൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമുക്ക് ഈ ടൈമില് തറാവീഹ് നമസ്കാരം ഉള്ളതിനാൽ ഏറെ പ്രേക്ഷകർക്ക് സാറുമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു ഇതായിട്ട് വരെയാണ്. കൂടുതലും നമ്മളെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വിളിക്കാനും കാരണം. ഞാൻ കൂടെ വിളിക്കാറുണ്ട്. ഓക്കെ വളരെ സന്തോഷം. എല്ലാരും അപ്രശ്യം പറയാണ്. പ്രത്യേകിച്ചും എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സാർ വളരെ മനോഹരമായിട്ടാണ് അത് എന്താ പറയാ ഒരു തനിമയാർന്ന ഒരു കേരളത്തിന്റെ എന്താ പറയാ ഒരു ഗെറ്റ്. അത് എന്താണ് എനിക്ക് തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയ്ക്കും മനോഹര രീതിയിൽ നമുക്ക് ഞാൻ ആ മാനസിക വികാരം ഞാൻ മനസ്സിലാക്കുന്നു, ആ സന്തോഷം ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സന്തോഷം. നമ്മുടെ ഗസ്റ്റിലെല്ലാവരും സമയം കഴിയാറായിരിക്കുകയാണ്. വിളിച്ചതിലും ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞതിലും സന്തോഷം. പടച്ചവന്റെ എല്ലാ അനുഗ്രഹവും നമുക്കൊക്കെ ഉണ്ടാവട്ടെ. അനുപമ ശാരികേ ഈ ഗസൽ നിലാവിന്റെ നല്ല ഈണങ്ങളിൽ നന്മയുള്ള മനസ്സുകൾ സംയോജിക്കുമ്പോൾ ഒരു പുതിയ സംഗീത സംസ്കാരത്തിൻ്റെ വഴി തെളിയുകയാണ് എൻ്റെ മനസ്സിലും കലാകേരളത്തിൻ്റെ നെറുകയിലും. ഇനിയും ഒത്തിരി അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ വേണം. ഇന്നത്തെ ഗസൽലാവിൻ്റെ കുളിർമഴയായി നമ്മളോടൊപ്പം മിസ്റ്റർ അബിൻ ഉണ്ടായിരുന്നു. അത് ഗസൽലാവിൻ്റെ ഒത്തിരി ഭംഗി കൂട്ടി. ഇനിയും നിങ്ങളുടെ ഫോൺ കോളുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് ഞാൻ പ്രണവ് മധു എല്ലാ വെള്ളിയും രാത്രി 9 മുതൽ 10 മണി വരെ തത്സമയം നിങ്ങളുടെ സ്വന്തം NTVയിൽ. നന്ദി, നമസ്കാരം, ശുഭരാത്രി.